ഇതെങ്ങനെ സംഭവിച്ചതാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം നെവിൻ പറയുകയാണ്, ഞാൻ പാത്രം കഴുകാനായിട്ട് അവിടെ ചെന്നതാണ്. അപ്പോൾ ഇവൾ അതിബുദ്ധി കാണിച്ചു. ഞാൻ വീഴാൻ പോയതാണ്, പക്ഷേ വീണതല്ല, ഞാൻ വിചാരിച്ചൊന്ന് വീണേക്കാമെന്ന്. അങ്ങനെ സംഭവിച്ചതാണെന്ന് നെവിൻ പറയുന്നുണ്ട്. അപ്പം മനഃപൂർവ്വം നെവിൻ അഭിനയിച്ച് അങ്ങ് വീണതാണ്, അല്ലാതെ ആരും തെള്ളിയതും പിടിച്ചതും ഒന്നുമല്ല. എന്നിട്ട് നിവിൻ പറയുന്നുണ്ട്, എന്നോട് സോറി പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് എണ്ണീറ്റ് പോവാം. അപ്പം അനിമോള് സോറി പറയണം, നിങ്ങൾ രണ്ടുപേരും സോറി പറയണ്ടെന്ന് ആര്യനോടും സാബുവിനോടും പറയുന്നുണ്ട്. അനിമോൾ സോറി പറയത്തില്ല, കാരണം അനിമോളുടെ ഭാഗത്ത് തെറ്റില്ല, അതുകൊണ്ട് അനിമോൾ സോറി പറയത്തില്ല. അപ്പം നെവിൻ 1, 2 എന്ന് പറഞ്ഞിട്ട് 10 വരെ എണ്ണി. അനിമോൾ പറഞ്ഞില്ല. ഉടനെ പറയാം, നിൻ്റെയൊക്കെ സോറി ആർക്ക് വേണം, അതെല്ലാം കൊണ്ടുവന്ന് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടാൻ പറയുകയാണ് നെവിൻ പറയുന്നതിനൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നോണം നമ്മുടെ അക്ബർ ഇരുന്നിട്ട് ഉല്ലസിച്ച് രസിച്ച് കളിക്കുകയാണ്. ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. നെവിന് സപ്പോർട്ടായിട്ടാണ് അക്ബർ നിൽക്കുന്നത്. അക്ബറിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം അനിമോളെ ഔട്ടാക്കണമെന്നുള്ളതാണെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ടാസ്കിനകത്തും അക്ബർ ഇതുപോലെ തന്നെ നെവിനോട് ചേർന്നിട്ട് അനിമോളെ തോൽപ്പിച്ചു. അനീഷ് പറയുന്നുണ്ട്, നെവിൻ ഇപ്പം ഈ പരിപാടി ചെയ്യുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ഹാർഡായിട്ടിരിക്കുന്നത് സാബുമോനും, അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ടുള്ളത് അനിമോൾക്കുമാണ്. അനിമോൾ ഫ്രീ ആയിട്ടിരിക്കുന്നത്, പക്ഷേ സാബുമാനാണ് കൈ വേദന എടുക്കുന്നത്. ഒരാവശ്യമില്ലാണ്ട് ഇവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിയ ഒരാളായിട്ടാണ് എനിക്ക് നെവിനെ തോന്നിയെന്ന് അനീഷ് പറയുന്നുണ്ട്. ഇവൾ ഇവിടെ ഇരുന്ന് ഉറങ്ങി വീണാലും ശരി തന്നെ ഞാൻ മാറിക്കൊടുക്കത്തില്ലെന്നുള്ള വാശിയിലാണ് നെവിൻ. ഞാൻ ഉറങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ നീ ഇവിടെ ഇരിക്കേണ്ട എന്ന് അനിമോൾ പറയുന്നുണ്ട്. അനീഷാണെങ്കിൽ പറയുന്നത്, ഈ ഒരാവശ്യമില്ലാത്ത കാര്യമാണ് നെവിൻ ഈ ചെയ്തത്, അവരുടെ ഗെയിമായിരുന്നു, അവരത് ചെയ്തുകൊണ്ടിരുന്നതാണ്, അതിൻ്റെ ഇടയിലേക്ക് പോയിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്തെങ്കിലും ആവശ്യമുണ്ടോ?